എത്തിയടാ, നമ്മുടെ നോയൽ ക്യാമ്പ് എത്തിയടാ. കണ്ട് മേടിച്ച് എത്തി ഇറങ്ങി നിക്കുന്നുണ്ടടാ. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ഇവിടെ എത്തിയപ്പോൾ അതെല്ലാം മറന്നോട്ടോ. അടിപൊളി ആംബിയൻസ് ആണ്. സന്ധ്യ സമയം ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ ഇങ്ങനെ നിലവിൽ കത്തിക്കാറുണ്ടോയെന്ന് അറിയില്ല. എന്നാലും നല്ലൊരു ഐശ്വര്യമുണ്ട് കാണാൻ. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമുക്ക് നല്ല ചായയാണ്, ചുക്കാപ്പി ആട്ടെ. നമ്മളും എന്തിനു പോണേ? നമ്മളങ്ങനെ പരിപ്പളകിരിക്കണല്ലേ. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. കേറിക്കോ പിള്ളേരൊക്കെ മടിയിലിരുത്തി. കുട്ടികൾ മടിയിലിരുന്നു. അപ്പൊ എല്ലാവർക്കും ഇരിക്കാം. 3 പേർക്ക് ഈ സീറ്റിനകത്ത് 3 പേർക്ക് ഇരിക്കാം. ഒരാളും കൂടെ ഇരുന്നോ. ഒരുമുണ്ടെങ്കിൽ എളുപ്പപ്പെടുത്തിരിക്കാം. കിടിലം വ്യൂ ആണ് ഗൈസ്. പക്ഷെ നമ്മൾ രാത്രിയായപ്പോൾ എത്തിയത്. അതുകൊണ്ട് നമുക്ക് വ്യൂസ് എല്ലാം നമുക്ക് നാളെ രാവിലെ കാണാം. ഒരുപാട് ലേറ്റായി. 7 മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ പറയാം അപ്പോൾ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് വ്യൂ ഒന്ന് കാണാം. നമുക്ക് നാളെ രാവിലെ എനിക്ക് കാണാം. ഇപ്പം നമ്മൾ സ്വിമ്മിങ്ങിനായിട്ട് വന്നിക്കണം. സ്വിമ്മിങ്ങിന് ഭയങ്കര ഇറക്കാം. എന്തോ ഇറങ്ങിയവരൊക്കെ അവരൊന്നും എത്തിയിട്ടില്ല. മിന്നാമിനുണ്ട് കേട്ടോ, മിന്നാമിനുണ്ട്. ചാടിയോ, ചാട് ചാട്. അയ്യോ മിസ്സായി. എങ്ങനെയുണ്ട്? പൂളിൽ പോകാൻ പറ്റാതെ ഒരാളോട് ഇരിക്കുന്ന കണ്ടോ. ആമയെക്കുട്ടിട്ട് മര്യാദക്ക് പറഞ്ഞതാണ് പൂളിൽ ഇറങ്ങണം, പൂളിലെ ഡ്രസ്സ് ഇട് എന്ന് പറഞ്ഞപ്പോൾ ആമ പറഞ്ഞു വേണ്ട, അവരാരും പൂളിൽ ഇറങ്ങുന്നില്ല, ഞാൻ പാർക്കിൽ കളിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇവിടെ നോക്കിയപ്പോൾ അവരൊക്കെ പൂളിൽ ഇറങ്ങിയിരുന്നു. ഇനി പിന്നെ അവിടെ എങ്ങനെ അങ്ങനെ ഇറക്കും. ആമക്കുട്ടീനെ ഇന്ന് വൈകുന്നേരം പൂളിൽ ഇറക്കുന്നില്ല, നാളെ രാവിലെ ഇറക്കാം. വെമ്പുന്ന തോഴൻ ഞാൻ ചന്ദനത്തിൽ ചാലിച്ച ചാരുത നീ ഇരുമയും ഒന്നാകാം നിറപറയൊരു കീട മഴമുത്തു പോലും കുളിരണിയും നിന്നെ നീ തഴുകുമീ നേരം. ഇനി നമുക്ക് ഡിന്നർ കഴിക്കാം. രാവിലെയൊക്കെ പായസം ഉണ്ട്. നൈസ്. നമുക്ക് ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ എഴുന്നേറ്റ് ആമിക്കുട്ടി എഴുന്നേറ്റിട്ടില്ല, ആരും എണീറ്റിട്ടില്ല. ഒരു ഏകദേശം ഒരു 7:30 കാണും. നമുക്ക് പുറത്തെ വ്യൂസ് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഒരു കോട്ടേജ് പോലെ കേട്ടോ. അവിടെ 3 ഫാമിലിക്കുള്ളത് ഉണ്ടെന്ന് തോന്നുന്നു. 2 ഫാമിലി. ഇവിടെ നമുക്ക് ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ.
ഓടിപ്പോയാൽ തെന്നി വീഴാനുള്ള സാധ്യതകൾ കാണുന്നു. ഓ ഇവിടെ വേയുണ്ടല്ലേ. വന്ന ഭാഗ്യം ദിവസം ആരൊക്കെ വരുന്നു. ഇന്നലെ രാത്രി വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഭംഗി അത്രയ്ക്ക് ആസ്വദിക്കാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ സംഭവമൊക്കെ ഉള്ളത് സത്യം പറഞ്ഞാൽ രാവിലെ ആയിട്ട് പറയണേ. നല്ല രാവിലെ അടിപൊളി വ്യൂവാ, നല്ല രസമുണ്ട്, സൂപ്പർ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ആമിക്കുട്ടി എഴുന്നേറ്റിട്ടില്ല, ഏട്ടൻ എഴുന്നേറ്റിട്ടില്ല. 7:30 കഴിഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് നടക്കാം. രാവിലെ എഴുന്നേറ്റ് നടക്കണം എന്നാണ് കരുതിയത്. പക്ഷേ രാവിലെ ഭയങ്കര തണുപ്പ്, ഒരു രക്ഷയില്ല. നമ്മളിപ്പോൾ ഒരു ഈ മാസം വന്നിട്ട് മെയ് ആയി. അപ്പോൾ ഈ സമയത്ത് എന്തായാലും അധികം തണുപ്പൊന്നും ഉണ്ടാവില്ല, ചൂടല്ലേ നമ്മുടെ ഇവിടെയൊക്കെ. അപ്പോൾ ഇവിടെ അധികം തണുപ്പൊന്നും ഉണ്ടാവില്ലെന്നാണ് കരുതിയത്. പക്ഷേ വട്ടവട വേറെ സീനാണ് മക്കളെ, നല്ല തണുപ്പുണ്ട്. നമ്മളൊരു സ്വെറ്റർ പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാലും സംഭവം കൊള്ളാം. കാണുന്നത് കണ്ടോ, അതാണ് നമ്മുടെ കോട്ടേജ്. നമ്മളവിടെ ഇതിലെക്കൂടി പോകണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചുറ്റും അവിടെയാണ് രാത്രി ക്യാമ്പ്. അവിടെയൊക്കെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാ. 7:30 തന്നെ എന്തൊരു വെയിലോ. അവിടെ തത്തകളൊക്കെ ഉണ്ട്. ആരുമില്ല, നമ്മുടെ ഇവിടെ അങ്ങനെ അധികം ആരുമില്ല. കൊള്ളാം. ഇങ്ങോട്ടൊക്കെ വരുന്നവർക്ക് ഇതാ ഇവിടെ കളിക്കാനുള്ള പാർക്കുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പൂള് വരുന്നത്. അതിന് തൊട്ട് നേരെ തന്നെയാണ് നമ്മുടെ കോട്ടേജ്. സുഖം, അടിപൊളി. ഇതിൻ്റെ ഉള്ളിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇപ്പം വേണ്ട, അവരൊക്കെ വരട്ടെ എന്നിട്ട് കയറാം. ഇതേതോ വേറെ നാട്ടിലെത്തിയൊരു ഫീൽ കേട്ടോ. ഞാനിങ്ങനെ വേറെ നാട്ടിലൊന്നും പോയിട്ടില്ല, ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും. എന്തായാലും വ്യൂ അടിപൊളി, നിറച്ചും പയൽമരങ്ങൾ. പൂളിൽ ആരുമില്ല, എല്ലാവരും പോയി. ഈ സമയത്ത് പൂളിൽ നല്ലായിരുന്നു. ഇപ്പോൾ രാവിലെ എനിക്ക് കുളിച്ചാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ വീണ്ടും പൂളിലിറങ്ങിയിട്ട് കുളിച്ച് വീണ്ടും നമ്മളവിടെ പോയി കുളിക്കാനൊന്നും വയ്യ. ഒന്നും കുളിക്കുന്നൊന്നുമില്ല. പക്ഷെ നല്ല വെയിൽ, രക്ഷയില്ലാത്ത വെയിൽ, അടിപൊളി. ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ ഈ വട്ടവടയിൽ വരുന്നത്. എന്തായാലും വരുന്ന വഴി നമ്മൾ ഇന്നലെ കണ്ടില്ലേ, ഭയങ്കര ബുദ്ധിമുട്ടായത്. ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയായിരിക്കും. ഇങ്ങനെ കുലുങ്ങി 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 നമുക്ക് വരാം. പിന്നെ ബ്ലോക്ക് ഒരാഴ്ചയില്ല, എനിക്ക് തോന്നുന്നു ഇന്നലെ സാറ്റർഡേ ആയതുകൊണ്ടായിരിക്കാം ഇന്നും ഉണ്ടാക്കും. നമ്മൾ തിരിച്ചു പോകുമ്പോഴും അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലോക്ക് കിട്ടും. എന്ന് വെച്ചിട്ട് നമുക്കിവിടെ ഓൺ ടൈമിൽ ചെക്കൗട്ട് ചെയ്യാതിരിക്കാനും പറ്റില്ല. അങ്ങനെ പെട്ടെന്നുള്ളൊരു ട്രിപ്പായിരുന്നു വട്ടവട. ഞാൻ മൂന്നാറാണ് കരുതിയത്. സത്യത്തിൽ ഞാൻ ഇവിടെ വരുന്ന വഴിയാണ് കേട്ടോ എവിടെയാണ് പോകുന്നതെന്ന് പോലെ അറിഞ്ഞത്. ട്രിപ്പ് പോകുന്ന പറയുമ്പോൾ ചാടിക്ക് ഇറങ്ങിയിട്ട് പോകുന്നു. എന്തായാലും ഈ അമ്മിക്കുട്ടിയൊക്കെ വരട്ടെ. ഞാൻ രാവിലെ ഒറ്റയ്ക്ക് കിടന്ന് അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഒറ്റയ്ക്ക് കിടക്കാൻ പറയണ പോലെയൊന്നുമല്ല, പ്രത്യേകിച്ച് അങ്ങനെ വൈബും കാര്യങ്ങളൊന്നും ഇല്ല. ഒറ്റ കിടക്കുമ്പോൾ വേറൊരു ഫീല്. ചേട്ടാ ഇതിലെന്താണ് കേട്ടോ ഇതിന് പറയുന്നത്? ഈ ഫയറിൻ്റെ ഈ സംഭവത്തിന് എന്താ പേര് പറയുന്നത്? ആമിക്കുട്ടി പറഞ്ഞ ചിമ്മിനി. ചിമ്മിനി മുകളിലുള്ളതില്ല, മുകളിൽ അടപ്പൊക്കെ. ഇതെന്ത് സാധനം ഇത്? ഇതിനെ നമ്മൾ ഫയർ സ്റ്റേഷൻ വുഡ് സംതിങ് വുഡോ
ഞങ്ങൾ ഇട്ട് വുഡ്. ഇവിടെ നമുക്ക് തീകായ. നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ ചുള്ളിക്കമ്പും വിറകൊക്കെ ഇട്ട് കത്തിച്ച് പണ്ടുള്ളവർ തീ കായുന്ന പോലെ ഇപ്പോൾ നമുക്കിതിനകത്ത് ഇങ്ങനെ തീ കായാം. ആമിക്കുട്ടി എഴുന്നേറ്റു. എവിടെ ആമിക്കുട്ടാ? എവിടെ എൻ്റെ കുഞ്ഞ്? പൂളി പോണ്ടേ? അച്ഛ ഗെയിം കളിക്കുന്നു. ഇതിനാണോ വന്നത്? പൂളി പോവണ്ടേ? വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് വരൂ. വാ, എല്ലാരും ഉണ്ട്. നീ വാ, നീ വരുമ്പോ എല്ലാരും വന്നോളൂ. വായോ, പോയി പല്ലേക്ക് ആദ്യം. ഷിമ്മിൻ പോലെ പോനെ. ഞങ്ങൾ ഷിമ്മിൻ പോലെ പോയി. வானம் பார்த்து கிடந்தேனே, மழையாய் வந்து விழுந்தாயே, வழி துணையே நீயே. கண்டேன் கண்டேன் என்னுடைய அவளை, தந்தேன் தந்தேன் மிச்ச உயிரை. கண்டேன் கண்டேன் என்னுடையவனை, தந்தேன் தந்தேன் மிச்ச உயிரை. അവിടെ പറ്റുന്നില്ല. ഇല്ല, ഞാൻ പിടിച്ചോളാം ഇവിടെ. നീ കാല് താഴ്ത്തു കുത്തിയാ മതി. താഴ്ത്തു കുത്തു, നേരെ കുത്തു. വളക്കല്ലേ, കാല് വളക്കല്ലേ, നേരെ കുത്തു. തലപൊക്കി പിടിക്ക്. വേണ്ടേ? ഇറങ്ങിപ്പോയ ബാക്കി ഇത് ഓടിച്ചോളൂ. വീഡിയോ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. നീ ചാടിക്കും അല്ലേ? ആമി ഇറങ്ങ. ആമി നീന്ത് നോക്കട്ടെ. നോക്കട്ടെ. ചേർന്നാ തിരിച്ച്. വെക്ക്, താഴെ വെക്ക്, ശരിക്കും വെക്ക്, കണ്ണിൽ വെക്ക്. അതെ, നമ്മുടെ ഫോട്ടോ എടുക്കാം. ഞാനും
അച്ഛാ യൂട്യൂബ് തുടച്ചിട്ടുണ്ടെന്ന് ചെരിഞ്ഞ് ചെരിഞ്ഞ് എന്താണ് ലൈറ്റ് ലൈറ്റ് അത്ര വേഗതയിലൊന്നും പോവൂല. കണ്ണാടിയെങ്കിലും മാറ്റി വെച്ചു. അതെ അവിടെ ഊരിയിട്ട് കണ്ണാടി. അയ്യോ ഒരു ദിവസം ഗുരുവായൂരോട്ടാൻ ഭയങ്കര വാശി ശയന പ്രദർശനം നടത്തണമെന്നും പറഞ്ഞു. ചെറിയ കുട്ടികൾ ചെയ്തോ? കുഞ്ഞല്ലേ പറ്റില്ല. എത്ര ഏജ് കഴിയണം തോന്നുന്നു. ബാക്കില് കയറിക്കോ മോനെ. ഇല്ലടാ ഇപ്പൊ ഇവിടെ തന്നെ പോയിട്ട് വരാം. അവക്കോടോ മരം നോക്കിട്ട് വരാം. ഇവിടെ അയ്യോ അതെന്താ മാങ്ങ ആയി കിടക്കുന്ന പോലെ ഉണ്ടല്ലോ. ഓക്കെ അവർക്ക് എന്തുണ്ടല്ലോ സംസാരിക്കുന്നതൊക്കെ. പൊട്ട് മഴയൊക്കെ തൊട്ട് ഒറ്റ കണ്ടോ നല്ല പൊട്ടി.
നല്ല മഴക്കാറുണ്ടല്ലേ. ഇത് നമ്മുടെ സൂര്യകാന്തിയുടെ വേറെ ഉണ്ടല്ലോ. സ്ട്രോബെറി അല്ലേ? ഒന്നും ആയിട്ടില്ല. അല്ലേ ഇത് മറ്റേ ഊട്ടിപ്പൂ എന്നൊരു സംഭവല്ലേ ഇത്? അല്ലേ അല്ലേ ജസ്ന? ഊട്ടിപ്പൂ അല്ലേ ഇത്? ഊട്ടിലൊക്കെ കിട്ടുന്ന ഊട്ടിപ്പൂ അല്ലല്ല. ഇവിടെ സ്ട്രോബെറി പഴുത്തുണ്ടാക്കി നോക്കി. ഷോക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ, കണ്ടോ? ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി അല്ലേ. പെട്ടെന്നുള്ളൊരു ട്രിപ്പായിരുന്നു. പോയി ഒരു ദിവസം പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും കാണാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ പോയത്. എല്ലാവരും കൂടെ ഒന്ന് കൂടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട്. എന്നാൽ നമ്മൾ എപ്പോഴും എടുക്കുന്ന പോലെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ആ വീഡിയോ എടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടല്ലല്ലോ പോയത്. വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ കുട്ടികളൊക്കെ എല്ലാവരും ഒരുമിച്ച് കളിക്കട്ടെ ആ ഒരു ഇതിനോട് കൂടിയിട്ടാണ്. പിന്നെ എല്ലാവരും ക്യാമറയിൽ കംഫർട്ടബിൾ ആയിരിക്കണം എന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എടുക്കുന്ന പോലെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ രാത്രി ഏകദേശം ഒരു 1 മണിയായി, 12 മണി കഴിഞ്ഞു നമ്മളിവിടെ എത്തിയപ്പോൾ. അങ്ങനെ കുളിച്ച് ഫ്രഷായി നമ്മളിങ്ങനെ ഉറങ്ങാൻ പോകണം അല്ലേ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി തുടർന്ന് നമ്മുടെ വീഡിയോസൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ.